പുണ്യ നബിയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അബ്ദിനെ പുണ്യ നബിയിലേക്ക്, പുണ്യ നബി എന്നത് ഖസബാത്തു സബഖാണ്, അതായത് നാട്ടക്കുറ്റിയാണ്. ഏതൊരു കാര്യത്തിനും ഒരു മനുഷ്യന്റെ ഓട്ടം, ജീവിതം എന്നത് ഒരു പ്രയാണമാണ്, ഒരു ഓട്ടാണ്, ഒരു സഅയാണ്. ഇന്ന സഅയക്കും ലശത്താ എന്ന് പറയുന്നത് മനുഷ്യന് വിഭിന്നങ്ങളായ ഓട്ടം കൂടും മനുഷ്യൻ. മനുഷ്യന്റെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഓട്ടമാണ്. അത് രണ്ടിനെ അവലംബിച്ച് ഓടും. ഒന്ന് ത്വലബുൽ ദുനിയ, ഒന്ന് ത്വലബുൽ ആഖിറയാണ്. എന്നാൽ ആഖിറം ഗൈബാണ്, ദുനിയ മൽഹറാണ്. ദുനിയാവിനെ ഓടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് മൽഹറാണ്. എന്തുകൊണ്ട്? പ്രത്യക്ഷമായ ഒരു സംഗതി പുറത്താണ് ഓടുന്നത്. ഓട്ടത്തിൽ ആത്മാർത്ഥം ഉണ്ടാവും. ആഖിറത്തിലോടുന്നവനോ ഒന്നുമില്ല, അതിനൊക്കെ ന്യായമില്ല. നല്ല വിഷയത്തിലേക്ക് തല കൊടുത്ത് കയറി വരണം. ക്ലാസ് കഴിയാൻ നേരത്തെ സലാത്തെല്ലാം വരുന്ന ആളുകളെ പോലെ ആകരുത്. ചിന്തിക്കുക. മനുഷ്യൻ സഅയാണ്. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى. നിങ്ങളുടെ ഓട്ടം വിഭിന്നമാണ് എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ രണ്ട് കാര്യത്തിന് വേണ്ടി ഓടും. ഒന്ന് ദുനിയാവിന് വേണ്ടിയും ഒന്ന് ആഖിറത്തിന്. രണ്ട് ഓട്ടമുണ്ട്. ദുനിയാവിന് ഓടുന്ന ആൾക്ക് ആത്മാർത്ഥം ഉണ്ടാവും. എന്തുകൊണ്ട്? ദുനിയാവ് മൽഹറാണ്, ഒരു പ്രത്യക്ഷപ്പെടുത്താണ് ഓടുന്നത്. എന്ത് രക്ഷപ്പെട്ടോ അതും കാണാനുണ്ട്. അപ്പോൾ അവൻ അതിന്റെ ആശിക്കുകയും എന്തിന്റെ? ദുനിയാവിനെ. മനുഷ്യന്റെ ഏത് കർമ്മത്തിനും പിന്നിലും ഇഷ്ക് വേണം. ഇഷ്കില്ലാതെ ഓടാൻ കഴിയില്ല. ഇഷ്ക് വേണം. പെണ്ണ് ഒരു ഇഷ്കുള്ള സംഗതിയാണ്, അതിനു വേണ്ടി ഓടി. പണം ഒരു ഇഷ്കുള്ള സംഗതിയാണ്, അതിനു വേണ്ടി ഓടി. കല്ല് ഇഷ്കുള്ള സംഗതിയാണ്, അതിനു വേണ്ടി ഓടി. അതിങ്ങനെ മനുഷ്യനെ ഒരു ഇഷ്കിലെത്തിക്കും. അതിനോട് ഭയങ്കര ഹെബുണ്ടാവും. ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ മാലിൻ ലബ്തഗാ സാലിസ. രണ്ട് മലഞ്ചെരിവ് നിറയെ ഒരാൾക്ക് ധനം ലഭിച്ചാലും മൂന്നാമത്തിന് വേണ്ടി ഓടും. എന്തുകൊണ്ട്? ഇഷ്കുണ്ട്. എന്തിനോട്? ദുനിയാവിനോട്. രണ്ട് മലഞ്ചെരിവ് നിറയെ സ്വർണം ലഭിച്ചാലും അവൻ അത് അനുഭവിക്കല്ല ചെയ്യാം. ഇത് അനുഭവിക്കല്ല, പിന്നോട്. അവന്റെ വായി നിറക്കാൻ മണ്ണിനല്ലാതെ കഴിയില്ല. സത്യത്തിൽ അവൻ അനുഭവിക്കല്ല ചെയ്യുന്നത്. പിന്നെന്താ? ഇഷ്കാണ്. എന്തിനോട്? ദുനിയാവിനോട്. ഭയങ്കര. നമ്മുടെ നാട്ടില് ഒരു പലിശ കൊടുക്കുന്ന മുതലാളിന്റെ ഭയങ്കര പൈസ ഉണ്ടാക്കി, അനുഭവിക്കൂല. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്ത് അവസാനം നാട്ടിൽ എല്ലാവരും കാറ് വാങ്ങിയപ്പോൾ മൂപ്പരും കാറ് വാങ്ങി. അപ്പൊ മൂപ്പര് വയ്യാതെ. അപ്പൊ മൂപ്പര് കാറിൽ ഏസിട്ട് ഒരു രാത്രി കാറ് കിടന്നുറങ്ങി. അന്ന് മൂപ്പര് മരിച്ചു. ഏസി മൂപ്പരെ രോഗം കൂടി യോജിച്ചില്ല. അന്ന് മരിച്ചു. ഷോക്കഡായി ആ രോഗത്തിൽ മരിച്ചു. ഭയങ്കര മുതലുണ്ടാക്കി. എന്തുകൊണ്ട്? പലിശ കൊടുത്താണ് പൈസ ഉണ്ടാക്കി. ഞാൻ അനുഭവിച്ചോ? ഇല്ല. അവസാനം അനുഭവിക്കാൻ നോക്കിയപ്പോ അത് മരണമായി. മനുഷ്യന് ഒരു സംഗതി ഇഷ്ടമുണ്ടാവുമ്പോഴേ മനുഷ്യൻ സഹി ചെയ്യും. അതിനനുസരിച്ച് ഓടും. മനുഷ്യന് ആഗ്രഹം വേണം, കൊതി വേണം. കൊതിയില്ലാതെ ഓടില്ല. മനുഷ്യൻ നിലനിർത്തുന്ന ഘടകം കൊതിയാണ്. വയസ്സാകുന്നതിനനുസരിച്ച് മനുഷ്യനിൽ രണ്ട് കാര്യം യുവാവാവും. ഒന്ന് അൽഹിർസു, അത്യാഗ്രഹം. നീണ്ട കൊതിയും. എപ്പോഴും കൊതി. കൊതി കിട്ടാനുള്ള ഓട്ടം ഹിർസ്. കൊതി എന്നത് ആഗ്രഹം.
ഈ രണ്ട് കാര്യം മനുഷ്യന് ലിവാബാകും, അല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. കൊതിയില്ലാതെ മനുഷ്യൻ നിലനിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ രണ്ട് കാര്യമുള്ളൂ, ഒന്ന് ദുനിയാവും, ഒന്ന് ആഖിറ. ഇത് രണ്ടിനും മനുഷ്യൻ ഓടണമെങ്കിൽ അതിന്റെ പിന്നിൽ മനുഷ്യൻ ഇഷ്ക് വേണം. ഇഷ്കിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇഷ്ക് മൽഹറിലെ ഇഷ്ക് ഉണ്ടാവും. അതായത് പ്രത്യക്ഷമായ കാര്യത്തിന് ഇഷ്ക് വരും. ദുനിയാവ് അതായത് ഇപ്പൊ കച്ചവടം ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തിന് കച്ചവടം ചെയ്തു, 500 രൂപ കച്ചവടം ചെയ്തു, വൈകുന്നേരം ആകുമ്പോൾ 600 ആയി. പിറ്റേന്ന് 600 വീണ്ടും ഫീൽഡിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടാവും. എന്തുകൊണ്ട്? 100 ലാഭം കണ്ണിൽ കണ്ടിട്ടുണ്ട്. 600 പിന്നെ ഫീൽഡിൽ നോക്കും, വൈകുന്നേരം 700 ആവും. പിറ്റേന്ന് 700 ഫീൽഡിൽ നോക്കും, അത് വൈകുന്നേരം 800 ആവും. പിറ്റേന്ന് 800 ഫീൽഡിൽ നോക്കും, അത് വൈകുന്നേരം 900 ആവും. 900 വീണ്ടും രാവിലെ ഫീൽഡിൽ നോക്കും, അത് 1000 ആവും. അപ്പോൾ ഇവന് അയസ്കുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്, ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. എന്തുകൊണ്ട് ആക്റ്റീവാണ്? എന്തുകൊണ്ട് ആക്റ്റീവാണ്? നിങ്ങൾ ഈ വിഡ്ഢികളെ പോലെ ഇരിക്കരുത്. എന്ത് കണ്ണിൽ കാണുന്നുണ്ട്, കണ്ണിൽ പ്രത്യക്ഷപ്പുറത്ത് കാണുന്നുണ്ട്. എന്ത് 500 കച്ചവടം ചെയ്ത് വൈകുന്നേരം വരെ ഫ്രൂട്ട്സ് വാങ്ങി 500 വിറ്റ്, 500 രൂപ ഫ്രൂട്ട്സ് വാങ്ങി വൈകുന്നേരം വരെ വിറ്റിട്ട് 450 രൂപ. ഒന്നുകൂടി നോക്കും, പിറ്റേന്ന് നോക്കും 440, പിന്നെ 430. പായോ പായോ പറയും മനുഷ്യന്മാരെ, പായോ എന്തുമായും. കണ്ണിലിങ്ങനെ ലാഭം കാണുമ്പോഴേ മനുഷ്യന് കൊതി ഉണ്ടാവുള്ളൂ, കൊതി ഉണ്ടാവുമ്പോഴേ ആക്റ്റീവ് ആവുള്ളൂ. പ്രത്യക്ഷമായ കാര്യത്തിലല്ലാതെ മനുഷ്യന് ഇഷ്കുണ്ടാവും. നല്ല ഉഷാറിൽ നിൽക്കണം. വല്ല വർത്താനം പറയാൻ പോവുക, വർത്താനം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയാണ് വർത്താനം ഉണ്ടാവുക. ഇപ്പൊ വർത്താനം തുടങ്ങുകയാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ അതിനാണ് കസബാത്തു സബഖ് എന്ന് പറയാം. മുന്നിൽ കാണുന്ന നാട്ടക്കുറ്റി, ആ നാട്ടക്കുറ്റിയിലേക്ക് ഓടുക. നാട്ടക്കുറ്റി ചിലപ്പോൾ ദുനിയാവാകും. ആ ദുനിയാവ് അത് കണ്ണിൽ ഇങ്ങനെ കാണും. എന്ത് ഏർപ്പാട് ചെയ്താലും ലാഭം കിട്ടാത്തൊരാൾക്ക് എന്തുണ്ടാവില്ല, രാവിലെ എണീക്കാനേ വിഷമുണ്ടാവും. പെണ്ണുങ്ങൾ വൃത്തി നിങ്ങളെ ഇല്ലെങ്കിലും പോയോ എനിക്ക് മനസ്സിലാ. അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇവിടെ പെണ്ണുങ്ങളെ തല്ലിട്ടെന്ന് പേടിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. എന്റെ വാപ്പ പറയും, സുൽത്താൻകുട്ടിന്റെ പിന്നെ ഉമ്മ പറഞ്ഞ പോലെ, സുൽത്താൻകുട്ടിന്റെ ഉമ്മ സുൽത്താൻകുട്ടിയെ പ്രസവിച്ചേക്കുമ്പോ ദാരിദ്ര്യം ഒന്നുമില്ല, ഇയാളൊരു പണിക്കും പോകൂല. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഈ മൂപ്പത്തിയാര് പറഞ്ഞ് ഇയാളിങ്ങനെ തിണ്ടത്തിരിക്ക, പുറത്തിങ്ങനെ മണ്ണിന്റെ തിണ്ടുണ്ട്, ഇങ്ങനെ ഇരിക്കുമ്പോ പറഞ്ഞു, മനസ്സാ എന്തെങ്കിലും ഒന്ന് പോയി കൊണ്ടുവരുന്ന മനസ്സാ, ഞാനിവിടെ പെറ്റ് കിടക്കല്ലേ. ഇതിന്റെ ബാപ്പന്നെ പറഞ്ഞതാ. അപ്പോ പിന്നെ സുൽത്താൻകുട്ടിയുടെ വാപ്പ പറഞ്ഞ്, എനിക്ക് കടക്കാനെങ്കിലും കഴിയുന്നുണ്ടല്ലോ, എനിക്ക് കടക്കാനും കഴിയായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. മനസ്സിലായി വന്നത്? അതായത് ഒരു ലാഭം കാണാതെ മനുഷ്യനുണ്ടാവില്ല, ആക്റ്റീവ് ആവില്ല, മൽഹറാവും. കാണണം അവിടെ ഒരു പടച്ചുണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്, അവിടെ ഇത് പടച്ചുണ്ട്, പടച്ചല്ല എന്നറിയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? പടച്ചുണ്ട്, പടച്ചല്ല, എന്ത് വ്യത്യാസം? എന്ത് വ്യത്യാസം? പടച്ചുണ്ട്, പടച്ചുണ്ട് ഇല്ല, എന്ത് വ്യത്യാസം? പടച്ചുണ്ട്, പടച്ചുണ്ട്, പടച്ചില്ല, പടച്ചില്ല എന്ന് പറയുന്നത് ഒന്നും കാണില്ല, പടച്ചുണ്ട് എന്ന് പറയുന്നത് ഒന്നും കാണില്ല, എന്ത് വ്യത്യാസം? നിങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ അത് ഇഷ്കിന്റെ മുൽഹറാണ്. അവിടെ വിഷയം ഇഷ്കിന്റെ മുൽഹറാകും ചൂരടികൾ. നടന്നു നോക്കാറ്, എവിടെയെങ്കിലും കല്യാണം ഉണ്ടാകാൻ സാധ്യത നടന്നു നോക്കാറ്. നടന്ന് കുറെ നടന്നപ്പോൾ ബിരിയാണിന്റെ ചൂല് കിട്ടി. അപ്പൊ എന്തായി? നടക്കാൻ ആവേശമില്ല. നടന്നത് ചൂലൊന്നും വരാത്ത ആളുകള് അവിടെ ഇരിക്കും. ചിലപ്പോ എന്താവുന്നറിയോ? ബിരിയാണി ഉണ്ടാവും, പിന്നെ മൂക്കടഞ്ഞതായിരിക്കും, ഓൻ നടക്കൂല.
അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ എന്ത് ചെയ്യുന്നറിയോ? ഇവനോട് വിശ്വാസമുള്ള മൂക്ക് അടയാത്ത ആൾ പറയണം, എടാ പൊട്ട, എന്റെ മൂക്ക് അടഞ്ഞത് കൊണ്ടാണ് ഞാൻ ബിരിയാണിന്റെ വാസന എനിക്ക് കിട്ടിയിട്ടുണ്ട്, പൂക്ക. അപ്പൊ ഇവരൊപ്പം വിശ്വസിച്ചാൽ ഓന് ബിരിയാണി തിരിഞ്ഞില്ല. ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൽ പറയേണ്ട വർത്താനം പറഞ്ഞില്ലേ സിദ്ദീഖ്? പറഞ്ഞു കഴിഞ്ഞടാ, ഞാൻ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ഇനിയുള്ള ക്ലാസ് ഇനി എല്ലിന്റെ പുറത്ത് ഇറച്ചി വെച്ചിട്ടൽ മാത്രമാണ്. എല്ലിന് ബാക്ക് ബോൺ, നട്ടലിന്റെ പണി കഴിഞ്ഞു. ക്ലാസ്സിന്റെ നട്ടല് കഴിഞ്ഞ് ഇനി വരുന്ന ആളുകൾക്ക് ഇറച്ചി തിന്ന എല്ലിന്റെ ഇറച്ചിയാണ് രസം. എന്റെ വാപ്പ പറയും, കല്ലിന്റെ ഉള്ളിലെ നെല്ലും എല്ലിന്റെ ഉള്ളിലെ ഇറച്ചിയും അതാണ് നല്ലത്. മനസ്സിലായില്ല? കല്ലിന്റെ ഉള്ളിലെ നെല്ല്, കല്ലുള്ള മണ്ണിലുണ്ടാക്കിയ നെല്ല്, എല്ലും വന്ന് വരണ്ടിയ ഇറച്ചി, അതിനാണ് രസമുള്ളത്. അപ്പൊ ഈ സത്യത്തിൽ എല്ലിന്റെ പണി കഴിഞ്ഞ് ക്ലാസിന്റെ എല്ലുണ്ടാക്കൽ കഴിഞ്ഞ് ഇനി ഇറച്ചിയ, അതിന് വലിയ രസം ഉണ്ടാവില്ല. ഇനി ബെന്നൽക്ക് ഇറച്ചി നിന്ന് പോകാൻ മാത്രം. ഇറച്ചിനെ പറ്റി നമ്മൾ ലാസ്റ്റ് പറയും ചെയ്യും. നമുക്ക് ഇന്ന് ഉച്ചക്ക് ഇറച്ചി വേണ്ടതുണ്ട്, എല്ലാവരും പൈസ തരണം. അത് ലാസ്റ്റ് ചിന്തിക്ക്, ശ്രദ്ധിക്ക്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കട്ടെ. ഇവിടെയൊക്കെ ഇന്നെ എല്ലാവരും തച്ചെന്നാലും ഒരാൾ ബാക്കി നല്ല നിർദ്ദേശം പോലെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്കണം. എന്താ ഞാൻ പറഞ്ഞ് പറഞ്ഞൊന്നും നിങ്ങൾക്ക് തിരിവില്ല. നിങ്ങൾക്ക് തിരിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിൽക്കൂലല്ലോ, നിങ്ങൾ ഇതിൽ പോകില്ലേ? മനുഷ്യന്മാരെ ഇഷ്ക് കൊണ്ടല്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല. ഇഷ്ക് മൽഹറിലേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? പെണ്ണ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിട്ടം ബോധിണ്ടാവും. പെണ്ണിട്ടില്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ പോയിക്കാനെങ്കിൽ ബോധിണ്ടാവും. മനസ്സിലായില്ല? നാട്ടിൽ നോനെ പെണ്ണ് കിട്ടൂല, കിട്ടാനുള്ള ബോപ്പില്ലെങ്കിലും എവിടെ പോയെങ്കിലും നിൽക്കും. അതിനോനെ എന്ത് തിരിയണം? പെണ്ണുണ്ട് നാട്ടിൽ എന്ന് തിരിയണം. ഏതോ പെണ്ണിനെ പറ്റിയും അറിഞ്ഞിട്ടില്ല, പെണ്ണിന്റെ ചൂരു അടിച്ചിട്ടില്ലാത്ത ഏതോ ചൊവ്വാഗ്രഹത്തിലുള്ള മനുഷ്യനോട് പറയാ, ഇശി പോരുന്നുണ്ടോ? മറ്റേ ക്രിസ്ത്യൻ കോളേജ് വിടുന്നുണ്ട് കാരണം ഓൻ പോരില്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ല? മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ സ്റ്റോപ്പ് പോയി നിന്നാൽ 4 മണി നേരമാണ്. പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് ബസ്സുകാരനെ കാണാം എന്ന് ഓനോട് പറഞ്ഞിട്ട് കാര്യമല്ല. എന്തുകൊണ്ട്? പറഞ്ഞില്ല. അങ്ങനെയാണടാ ഞമ്മക്ക് പടച്ചോന്. ജി പടച്ചോനെ കണ്ടു പിന്നെന്തിനാ ജോണി? ഈ EMS തമ്മിൽ എന്ത് വ്യത്യാസം? EMS പടച്ചോനെ കണ്ടിട്ടില്ല, പടച്ചോനെ നിഷേധിക്കുന്നു. ഈ പടച്ചോനെ കണ്ടിട്ടില്ല, പടച്ചോനെ നിഷേധിക്കുന്നു. നിങ്ങൾ എന്ത് വ്യത്യാസം? ഇതുപോലെ രണ്ടാൾ, ഒരാൾ ബിരിയാണി ഇല്ലാത്ത നാട്ടിലൂടെ യാത്ര ചെയ്തു, ഒരാൾ ബിരിയാണിയുള്ള വഴിയിലൂടെയും യാത്ര ചെയ്തു. പക്ഷേ അത് മൂക്കടഞ്ഞു പോയിരുന്നു. രണ്ടാൾ ഒരുപോലെയാണ്. മനസ്സിലായില്ല? ഒരാൾ ബിരിയാണി തീരെ കിട്ടാത്ത വഴിയിലൂടെ യാത്ര ചെയ്തു, ഒരാൾ ബിരിയാണി കിട്ടുന്ന വഴിയിൽ യാത്ര ചെയ്തു. പക്ഷെ അവന്റെ മൂക്കടഞ്ഞു പോയിരുന്നു. ഇവർ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇവർ രണ്ടാളും ഒരുപോലെയാണ്. പിന്നെ വർത്താനം പറയുന്നേ ഉള്ളൂ. ഹാജരാക്കാൻ എടുത്ത നെയ്ച്ചോറ് നല്ല രസമുണ്ടായിരുന്നു എന്നറിഞ്ഞു. അപ്പൊ ചോദിച്ചു, ഇജി തിന്നീനോ? ഞാൻ തിന്നിട്ടില്ല, തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവര് പറഞ്ഞതാണ് എന്നാണ്. മനസ്സിലായില്ല? ഹാജരാക്കാൻ എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചൊരു ഉപമയാ, അത് അങ്ങോട്ട് പറഞ്ഞു. എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചൊരു ഉപമയാ. ഹാജരാക്കാന്റെ അവിടുത്തെ നെയ്ച്ചോറിന് നല്ല രസം ഉണ്ടായിരുന്നു ഒരുത്ത അങ്ങാടി പറഞ്ഞു. അപ്പൊ കേട്ടോ ചോദിച്ചു, ഇജി തിന്നോ? അപ്പൊ പറഞ്ഞേ, ഞാൻ തിന്നിട്ടില്ല, തങ്ങൾ പാപ്പാന്റെ ഒപ്പം പോയവര് പറഞ്ഞതാണ്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ എന്നെ പോലെയാണ് നമ്മളെ ഭക്ഷണം. 5 ഭക്ഷണം കണ്ടു ഇല്ല, ഭക്ഷണം ഉണ്ടെന്ന് എനിക്ക് എന്തോ പറഞ്ഞു. EMS എന്ത് വ്യത്യാസം? നിങ്ങളും EMS എന്ത് വ്യത്യാസം? നിങ്ങളും കാറൽ മാക്സും എന്ത് വ്യത്യാസം? കാറൽ മാക്സും പഠിച്ചവനെ കണ്ടിട്ടില്ല, പഠിച്ചവനെ ശരിക്കും. നിങ്ങളും പഠിച്ചവനെ കണ്ടിട്ടില്ല, പിന്നെ നിങ്ങൾ കണക്ക് പറയും. വ്യത്യാസം
നിങ്ങൾക്കും പടച്ചോൻ മദ്ഹറല്ല, കാറൽ മാക്സും പടച്ചോൻ മദ്ഹറല്ല. നിങ്ങളൊക്കെ നിരീശ്വരവാദികളും നിങ്ങളും ഞാനും ഒക്കെ എന്ത് വ്യത്യാസമുള്ളത്? ഞാൻ പിന്നെ കസേരയിൽ ഇറങ്ങി കയറി കുത്തിരിക്കുമ്പോ ഞാൻ ഇന്നെ കൂട്ടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പുറത്തു വരണ്ട. ഞാനാണ് നമ്മളും കാറൽ മാക്സും ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. കണ്ടോ? ഇല്ല. ഞങ്ങൾ ഈ മുസ്ലിം നിങ്ങൾക്ക് എന്തിനാ എറണാകുളത്തിന് അത്ര ബുദ്ധിമുട്ടുണ്ടോന്ന് എറണാകുളത്ത് നമുക്കൊരു ക്ലാസ്സിനതാണ്. പ്രശ്നം കണ്ടിട്ടില്ല, അടുത്തൊന്നും കാണൂല്ല. കാണൂ ലാ യുദ്രിക്കൂല്ല അബ്സാർ, ഇതിൽ തന്നെ പറഞ്ഞിട്ട് മുപ്പന പ്രശ്നം ആരും കാണൂല. കാണാത്തൊരു കാര്യത്തിൽ മനുഷ്യന്മാര് പായൂല. മനുഷ്യന് ഇഷ്കില്ലാതെ മനുഷ്യൻ അധ്വാനിക്കില്ല. എവിടെ പോയാലും ഖത്തർ പോയി, ഖത്തറിൽ നിന്ന് നല്ല ലാഭം കിട്ടി, പിന്നെ എന്തോ അറബിനൊക്കെ തെറ്റിയിട്ട് നേരെ നാട്ടിലേക്ക് തിരിച്ചു വന്ന ഒരാൾക്ക് സൗദിക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി. സൗദി പോയി, അവിടുന്ന് നല്ലൊരു പൈസ ഉണ്ടായി. പിന്നെ എന്തോ ഒരു ഫിലിപ്പീനെത്തി അടി ഉണ്ടായപ്പോ രണ്ടാൾക്ക് ഊർജ്ജ കൊടുത്ത് അങ്ങനെയും വന്ന്. പിന്നെ ദുബായ്ക്ക് വിസ ഉണ്ടെന്ന് പറഞ്ഞാൽ വിസ ഉണ്ടോന്ന് അന്വേഷിച്ചുകൊണ്ടാണ് കരിപ്പൂര് ഇറങ്ങന്നെ. എന്തുകൊണ്ട് പോകുന്നതിനനുസരിച്ച് ലാഭം ഇവൻ കണ്ണുണ്ട്. ഖത്തർ പോയി, 3-ാം ദിവസം അവിടുന്ന് പോന്ന്. ദുബായ് പോയി, അവിടുന്ന് പോന്ന്. സൗദി പോയി, അവിടുന്ന് പോന്ന്. മലേഷ്യക്ക് വിസ കയറാൻ ഇഞ്ചി പോയിക്കോ, ഞാൻ അല്ലാന്ന് പറയാം. കാണുന്നതിലല്ലാതെ മനുഷ്യനെ അധ്വാനിക്കൂല. പടച്ചോനെ നമ്മളാരെയും കണ്ടില്ല. പടച്ചോനെ കണ്ടവരുണ്ടോ? പടച്ചോനെ കാണാത്തവരെ പടച്ചോനെ കാണാൻ എന്തിനാരാധിക്കുമോ? പടച്ചോനെ കണ്ടവരുണ്ടോ? നിങ്ങളും ഈ മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? മനുഷ്യൻ നാട്ടക്കുറ്റികളില്ലാതെ മനുഷ്യൻ അധ്വാനിക്കില്ല. ചില ആളുകളെ നാട്ടക്കുറ്റി ദുനിയാവാണ്, അതിന് ദുനിയാവിന്റെ അധ്വാനിക്കും. ഇന്നലെ നേരെ പോകണം അധ്വാനിച്ചൊരു കള്ളനുണ്ടാവും. ചിലപ്പോ ഒരു ഉറുപ്പ്യം കിട്ടിയില്ലെങ്കിലും ഇന്നോ കക്കാൻ പോകും. എന്തുകൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാരണം എന്താ? ജി പറയും. ജല്ല ഉത്തരം പറഞ്ഞ കാരണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച കാരണം പറയാം. അങ്ങനെ പറയല്ലേ, കാരണം പറയാം. ഇന്നോ കക്കാൻ പോവും, എന്നിട്ടില്ല ഓന്റെ കാലം വരെ ഓൻ കട്ടിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കട്ടിട്ട് കിട്ടിയോരെ കണ്ടിട്ടുണ്ട്, തിരിഞ്ഞിട്ടില്ല. അപ്പൊ കട്ടിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കട്ടിട്ട് കിട്ടിയോരെ അവൻ കണ്ടിട്ടുണ്ട്. ഈ പിന്നെയും ചോദിക്കും, ഇതൊക്കെ പോയിട്ട് നല്ല പൈസ ഉണ്ടാകുന്നുണ്ടോ, ഞാൻ പോയിട്ടൊന്നും കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടത്? ഇതുവരെ അവന് കിട്ടിയില്ലെങ്കിലും കക്ക അന്യം കൂടിയ, കാരണം കട്ടിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയവരവൻ കണ്ടു കിട്ടുന്നതനുസരിച്ച് ഇഷ്ടം കൂടുകയും ചെയ്യും. അല്ലാതെ രണ്ട് മുഹിബ്ബുദ് ദുനിയ മുഹിബ്ബുൽ ആഖിറ, അവിടെ മുഹിബ്ബുദ് ദുനിയ മുഹിബ്ബുൽ ആഖിറ. മുഹിബ്ബുദ് ദുനിയക്ക് തെളിവില്ല. മുഹിബ്ബുദ് ദുനിയ നല്ലോണം കണ്ണിൽ പൈസ കാണും. മുഹിബ്ബുദ് ദുനിയ കള്ളിന്റെ കുപ്പി കാണും, കുടിച്ചാൽ നല്ല രസം. മുഹിബ്ബുദ് ദുനിയ ചൊറുക്കുള്ള പെണ്ണുങ്ങളെ കാണും, വ്യഭിചരിച്ചാൽ തമ്മാടിത്തരം ചെയ്താലും രസം കിട്ടും. അപ്പോൾ അവന് പിന്നെ കാണും. എന്തുകൊണ്ട്? അവനത് അനുഭവിച്ചിട്ടുണ്ട്. പടച്ചോനെ തെരഞ്ഞെടുക്കണോനെ നിങ്ങൾക്ക് എന്ത് തെളിവുള്ളത്? എടാ വ്യഭിചരിക്കുന്നവന് തെളിവുണ്ട്, കള്ളുടിച്ചോന് തെളിവുണ്ട്, പൈസ കിടക്കണവന് തെളിവുണ്ട്, അള്ളാന്റെ പിന്നാലെ നടക്കണോന് എന്ത് തെളിവുള്ളത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മദ്ഹറായ ഒരു കാര്യത്തിനല്ലാത്ത മനുഷ്യന് ഇഷ്ടമുണ്ടാവില്ല. അവിടെയാണ് അല്ലാഹു എന്ത് ചെയ്തത്? നാട്ടക്കുത്തികളെ വെച്ചത്. ഈ നാട്ടക്കുത്തികളാണ് അമ്പിയാക്കൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ അമ്പിയാനെ പരിചയപ്പെടണമെങ്കിൽ സത്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇവിടെയാണ് ആര് വരുന്നത്? അമ്പിയാക്കൾ. അമ്പിയാക്കൾ ഇല്ലാതെ അല്ലാഹു തആല നിയമം എന്റെയും തലയിൽ ഇറക്കി തരാൻ കഴിയൂലേ? നമ്മൾ 16 വയസ്സായപ്പോഴത്തിന് അല്ലാഹു തആല നമുക്ക് ഇറക്കി തന്ന് ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ്. അള്ളാഹ് ഇറക്കി തന്നൂടെ? അതിന് അള്ളാഹ് കഴിയൂല എന്ന് പറഞ്ഞാൽ ജീവനെ പള്ളിയിൽ ഇരിക്കരുത്, കഫറോ? മനസ്സിലായില്ല. നമ്മൾ പ്രായപൂർത്തിയാവുമ്പോഴത്തിന് നമുക്ക് അറിയേണ്ട കാര്യം അറിയിച്ചുതരാൻ അല്ലാഹു തആലക്ക് കഴിയൂലേ? കഴിയോലോ. പിന്നെ എന്തിനാണ് ഞങ്ങൾ നബി എന്തിനാ? നബി ഗൈബിന്റെയും ഹുളൂറിന്റെയും ഇടയിലുള്ള കസബാത്ത് സബഖാണ്, നാട്ടക്കുറ്റിയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ?
മനസ്സിലായി പറഞ്ഞത്? രണ്ടിന്റെ ഇടയിലുള്ള ആളാണ് നബിക്ക്. അങ്ങോട്ടും ബന്ധമുണ്ട്, ഇങ്ങോട്ടും ബന്ധമുണ്ട്. നബിയോട് നമുക്കും ബന്ധമുണ്ട്. നമ്മൾ നബിയെ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടു തന്നെ ഉണ്ടല്ലോ. കാരണം നമ്മളെ വർത്തമാന പരിഷ്കൃത ചരിത്രത്തിലാണ് നബി നിൽക്കുന്നത്. മുഹമ്മദ് എന്നൊരാൾ വന്നിട്ടുണ്ടെന്നും മുഹമ്മദ് സത്യസന്ധനായി ജീവിച്ചിട്ടുണ്ടെന്നും മുഹമ്മദ് ലോകത്തെ വിപ്ലവകരമായ ചരിത്രം രചിച്ചിട്ടുണ്ട് എന്നതും ഏത് നിരീശ്വരവാദിക്കും ഉറപ്പാണ്. അപ്പോൾ മുഹമ്മദ് ഗൈബല്ല, മുഹമ്മദ് മൽഹറാണ്. അപ്പോൾ റിഷ്കിനെ കൊളത്താവുന്ന ഒരു സാധനമില്ലെങ്കിൽ പായൂല ആഖിറത്തിൽ തീർന്നവര്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, കണ്ടോ? പിന്നെന്തിനായി സ്വർഗത്തിൽ പണിയെടുക്കുന്നു? സ്വർഗം കണ്ടോ? പറയും മനുഷ്യന്മാരെ, നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങൾ റഹ്മത്തുള്ളാന്റെ ക്ലാസ്സിന് വന്നതാണോ അതോ നിങ്ങൾ വേറെ എന്തെങ്കിലും വന്നതാണോ? നിങ്ങൾ റഹ്മത്തുള്ളാന്റെ ക്ലാസ്സിന് വന്നതാണോ? നിങ്ങൾ റഹ്മത്തുള്ളാന്റെ ക്ലാസ്സിന് വന്നതാണോ? നിങ്ങൾ റഹ്മത്തുള്ളാന്റെ ക്ലാസ്സിന് വന്നതാണോ? നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ സ്വർഗത്തിൽ പണിയെടുക്കുന്നു? നിങ്ങൾ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ നിങ്ങൾ നരകത്തിൽ പിടിക്കുന്നു? നരകവും സ്വർഗവും ഉണ്ട് എന്ന് അള്ളാനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തൊക്കെ കാണൂല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് എന്ത്? അപ്പൊ നമുക്ക് പണിയെടുക്കാൻ കഴിയൂല. എന്തിനു വേണ്ടി? ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ നമുക്ക് കഴിയൂല. കാരണം സ്വർഗം നമ്മൾ കണ്ടിട്ടില്ല, നരകം നമ്മൾ കണ്ടിട്ടില്ല, അള്ളാനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ മൽഹറായ ഒരു കാര്യത്തിലല്ലാതെ അധ്വാനിക്കില്ല. ലാഭം കണ്ടാൽ അധ്വാനം കൂടും, ലാഭത്തിനനുസരിച്ച് അധ്വാനം കൂടും. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് പീടിയ തുറന്നിട്ട് 12-1 മണി വരെ പീടിയയിലിരുന്ന് കണക്ക് ക്ലിയറാക്കി 2 മണിക്ക് റൂമിൽ വന്നിട്ട് 2 മണിക്കൂർ ഉറങ്ങി 4 മണിക്കൂർ പിന്നെ ഹോട്ടൽ തുറക്കാൻ പോണ മുതലാളിനെ എനിക്കറിയാം. അയാള് ആകെ ഒരു ദിവസം ഉറങ്ങുക 2 മണിക്കൂറാണ്. അയാൾ ഉറങ്ങുന്നല്ല. ഞങ്ങളുണ്ട് ഇവിടെ ഉണ്ട് കോഴിക്കോട്ടുകാരനെ ഒരാൾ ഹോട്ടൽ മുതലാളിനെ എനിക്കറിയാം. അയാൾക്ക് റിയാദിൽ കച്ചവടമുണ്ട്. അയാൾ ആകെ ഉറങ്ങുക 2 മണിക്കൂറാണ്. നമ്മളൊക്കെ ബസ്സിൽ കയറിയാലെങ്കിലും ഉറങ്ങും, ഇയാൾ അതിനും ഉറങ്ങൂല. കാരണം ആരെങ്കിലും പൈസ തരാതെ പോയാലോ, അവിടെ പോയാൽ വരാ 1 റുപ്യ, ഇവിടെ 1 റുപ്യ, അവിടെ 1 റുപ്യ പോയാൽ 1 റുപ്യ പോവുക, അവിടെ 1 റുപ്യ പോയാൽ 18 റുപ്യ പോവുക. മനസ്സിലായില്ല? ഇവിടെ ഒരാൾ 1 റുപ്യ തരാതെ പോയാല് പറയടാ 1 റുപ്യ പോവുക, അവിടെ 1 റുപ്യ തരാതെ പോയാല് 18 റുപ്യ പോവുക. ഭയങ്കര. ഇയാൾക്ക് ആകെ ഉറക്കത്തില് 2 മണിക്കൂർ. എന്നിട്ട് അയാൾക്കൊരു ക്ഷീണമേറ്റ് ഇല്ലേ? എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം. ഭയങ്കര സഹായ. എന്തുകൊണ്ട്? ലാഭം മൽഹറ. കാണാത്തൊരു പണിക്ക് അധ്വാനിക്കൂല. ദുനിയാവിനെ തേടുന്നവർക്ക് ലാഭം കാണുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് അധ്വാനിക്കാൻ കഴിയും. ആഖിറത്ത് തേടുന്നവര് പറയപ്പെട്ട ഒന്നിനെയും കാണില്ല. സ്വർഗവും കാണില്ല, നരകവും കാണില്ല, അള്ളാനെയും കാണില്ല. ഒട്ട് കാണൂല, ദുനിയാവിൽ വെച്ച് കാണൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അള്ളാഹു എന്ത് ചെയ്ത്? അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖസബാത്തു സബഖുകളെ നൽകിയത്. ഈ ഖസബാത്തു സബഖുകളാണ് എന്ത്? ചരിത്രത്തിൽ വന്ന ഖസബാത്തു സബഖുകളാണ് എല്ലാം. മനസ്സിലായില്ല? ചരിത്രത്തിൽ വന്ന ഖസബാത്തു സബഖുകളാണ്. ഓരോ ജനതക്കും അല്ലാഹു തആല ഓരോ നാട്ടക്കുറ്റികളെ നിർത്തി കൊടുത്തു. ആദം മുതൽ ഈസ വരെ. അതിനിടയിൽ അല്ലാഹു വലിയൊരു നാട്ടക്കുറ്റി ഏർപ്പെടുത്തി. ഇവർക്കും വേണമല്ലോ ഒരു നാട്ടക്കുറ്റി. മനസ്സിലായില്ല? അമ്പ്യാക്കൾക്കും വേണം ഒരു നാട്ടക്കുറ്റി. മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞത്? അമ്പ്യാക്കൾക്കും വേണമല്ലോ എന്ത്? നാട്ടക്കുറ്റി. അമ്പ്യാക്കളെ നാട്ടക്കുറ്റിയായി ഏറ്റവും വലിയ നാട്ടക്കുറ്റി നിശ്ചയിച്ചു. അതാണ് മുഹമ്മദ്. ഇത് ആദം, ഇത് ഈസ, ഇതിന്റെ ഇടയിൽ മുഹമ്മദ്. ഇതിന് ഇങ്ങോട്ടും ഒക്കെ ബന്ധമുണ്ട്. ഓയ്ബിന്റെയും ഹുദൂറിന്റെയും ഇടയിലുള്ള നാട്ടുകുറ്റിയാണ് മുഹമ്മദ്. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇനിയിപ്പോ ഒരാൾക്ക് അള്ളാനെ പ്രേമിക്കാം. എപ്പോ അള്ളാനെ പ്രേമിക്കാം? എപ്പോ മുഹമ്മദിനെ പ്രേമിച്ചാൽ മതി. മുഹമ്മദിനെ പ്രേമിക്കാതെ അള്ളാനെ പ്രേമിക്കാനില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞത് മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായോ? ആദ്യം കുളത്തിനെ ചുമരുമ്മെ ഒട്ടിക്കണം, എന്നാലേ കുളത്തുമ്മൽ വേറൊന്നിനെ ഒട്ടിക്കാൻ പറ്റുള്ളൂ. ചുമരുമ്മൽ ഒട്ടിച്ച കുളത്തുമ്മൽ ഒരാൾ ഒട്ടിച്ചാൽ അവൻ ചുമരുമ്മൽ ഒട്ടിച്ചവനെ പോലെയാണ്. കാരണം ഇവൻ ചുമരുമ്മൽ ഒട്ടിയിട്ടില്ലെങ്കിലും ഇവൻ ചുമരുമ്മൽ ഒട്ടിയതിന്റെ മേൽ ഒട്ടിയിട്ടുണ്ട്. കുളത്തിൽ നേരിട്ട് ചുമരിനോട് ബന്ധമുണ്ട്. അപ്പോൾ പിന്നെ ഇവന്റെ തൂക്കിയ സാധനത്തിനും ചുമരിനോട് ബന്ധമുണ്ടാവും. എന്നാ ഇവന് നേരിട്ട് ചുമരിനോട് ബന്ധപ്പെടാനോട്ട് കഴിയൂല. അതാണ് മുഹമ്മദ്. നിസ്കരിച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ കിടക്കില്ല, നിസ്കരിച്ചുകൊണ്ട് മുമ്പിനാവില്ല. നിസ്കരിച്ചുകൊണ്ടുള്ള ലാഭം എന്താ വെച്ചാൽ മുഹമ്മദിൽ ഹുബ്ബില്ലാതെ നിസ്കരിച്ചുള്ള ലാഭം എന്താ, കൂടുതൽ നിസ്കരിച്ചാൽ നല്ലതാണ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ ഈ മന്തി ചോറൊക്കെ തിന്നുമ്പോൾ ഈ ഭാഗത്തൊക്കെ നമുക്ക് നെയ്യ് കിട്ടും, അത് പോവും. മനസ്സിലായില്ല? നമ്മൾ നല്ലോണം നിസ്കരിച്ചാലുള്ള ലാഭം എന്താന്ന് വെച്ചാൽ, മുഹമ്മദിൽ ഇഷ്കില്ലാതെ നിസ്കരിച്ചാലുള്ള ലാഭം എന്താന്ന് വെച്ചാൽ, നല്ലോണം നിസ്കരിക്കുന്നതനുസരിച്ച് എന്ത് പോവും? ഈ ഭാഗത്തൊക്കെ ഉള്ള നെയ്പ്പാട പോവും. അല്ല അതൊരു കാര്യമുണ്ടാവും. എന്തുകൊണ്ട്? മദ്ഹറായ ഒരു സംഗതിക്ക് വേണ്ടിയല്ലാതെ സഅയ് കഴിയില്ല. ഇന്ന സഅയകും ലശത്താ വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ലാ വമാ ഖലഖ الذكر والأنثى ഇന്ന സഅയകും ലശത്താ. നിങ്ങളെ അധ്വാനം വിഭിന്നമാണ്. ദുനിയാവിന് വേണ്ടി ആർക്കും അധ്വാനിക്കാം. എപ്പോൾ ദുനിയാവ് മദ്ഹറാണ്. ദുനിയാവ് നേരെ കാണും. ദുനിയാവ് നേരെ കാണും. 3 കാര്യം പറഞ്ഞു. 2 ദുനിയാവിനെ തേടുന്നവർ, 1 ആഖിറം തേടുന്നവർ. ഓരോട് നിസ്കരിക്കാനും അല്ല പറഞ്ഞു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഓതട്ടെ إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها. രണ്ടും അല്ലാഹ് ലക്ഷ്യം വേണം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ, ദുനിയാവ് കരുതി ഒരാളെങ്കിൽ പാഞ്ഞാൽ യുസീബുഹാ, പായുന്നതിനനുസരിച്ച് ദുനിയാവ് കിട്ടും. അഭിമ്രാത്തിൽ പെണ്ണിനെ കരുതി ഒരാൾ പിന്നാലെ കൂടിയാൽ യൻകിഹുഹാ, ആ പെണ്ണിനെ കല്യാണം കഴിക്കാം, അതും കിട്ടും. കാരണം ദുനിയാവ് പ്രത്യക്ഷമാണ്, പെണ്ണ് പ്രത്യക്ഷമാണ്. ആഖിറത്തിലേക്ക് പോയാണെങ്കിലോ നിസ്കാരത്തിലേക്കാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ നിസ്കരിക്കാം. അങ്ങനെ ഉണ്ടോ? ഇല്ല. നോമ്പിലേക്കാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ നോമ്പിനെ എത്തിക്കാം. അങ്ങനെ ഉണ്ടോ? ഇല്ല. പിന്നെന്താ ഉള്ളത്? ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഇലല്ലാഹി വറസൂലിഹി ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ, ദുനിയാവിന് വേണ്ടി പാഞ്ഞാൽ യുസീബ, ദുനിയാവ് നേടാം. അബിമ്രാത്തിൻ, പെണ്ണിനെ കരുതി പാഞ്ഞാൽ യൻകിഹുഹാ, പെണ്ണിനെ കിട്ടാം. വമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആഖിറത്തിലേക്ക് ഓടാൻ 2 ആളെ മുന്നിലാക്കാം. ഒന്ന് അള്ളാനെയും റസൂലിനെയും. അതിന് അള്ളാനെ പറ്റിയില്ല കാണൂല. നീ ആഖിറത്തിലേക്ക് പായാൻ 1 ആളേ ഉള്ളൂ. ആര്? മുഹമ്മദ് പ്രത്യക്ഷമാണ്. അപ്പോൾ വൈബിന്റെയും ഹുദൂറിന്റെയും ഇടയിലുള്ള കസബാത്തു സബഖാണ് മുഹമ്മദിൽ ഇഷ്കില്ലാതെ മുഅ്മിനാവില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിക്കാത്തതാണ് വഹാബിക്ക് തെറ്റ്. വഹാബി നന്നാവില്ല. വഹാബി എന്തുകൊണ്ട് നന്നാവില്ല എന്നാൽ വഹാബിക്ക് എവിടെയാണ് ഈമാൻ മനസ്സിലായില്ല. നിസ്കരിച്ചോണ്ട് മുഅ്മിനാവില്ല, നിസ്കാരം കൊണ്ട് മുഅ്മിനാവില്ല. നിസ്കാരം ചില ആളുകൾ പറയും എന്ത് വഹാബികളെ പിൻപറ്റിയെടുക്കും വലിയ ഭീമമായ അബദ്ധം പറ്റി. ഇത്തിബാഅല്ലേ നബിയിലേക്ക് എത്താനുള്ള മാർഗം. ആരാടാ അത് പറഞ്ഞത്? ഇത്തിബാഅ അമലിയാത്തല്ലേ, ഈമാനല്ലേ? നിങ്ങൾ നല്ല ഉഷാറിലാണെങ്കിലേ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഞാൻ നേർപ്പിച്ചു പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തിരിഞ്ഞിട്ടുണ്ടാവില്ല. തിരിഞ്ഞോ? ഇത്തിബാഅ, നബിയോടുള്ള ഇത്തിബാഅ പറയാം.
നബിയോട് പിൻപറ്റൽ എന്താ? ഒരു ഉദാഹരണം പറയാം. ഇവരെ ശ്രദ്ധിക്കാം. നബിയോട് പിൻപറ്റാവുന്ന ഒരു ഉദാഹരണം പറയാം. വെള്ളവസ്ത്രം ധരിക്കാം. അത് ദീനിയാത്ത അമലിയാത്ത? അമലിയാത്ത് ഫുറൂഇയാത്തല്ല, അസ്ലല്ലല്ലോ. വേറൊന്നു പറയാം. സ്വന്തം മൂസില് റൂഹ്മലോ ജസ്ദുമലോ? അപ്പൊ ദീനിയാത്ത അമലിയാത്ത് ഫുറൂഇയാത്താണല്ലോ. ഇനി പറയാം. തലമറക്ക റൂഹ്മലോ ജസ്ദുമലോ? തന്റെ ഭക്തങ്ങള ഇത് ദീനിയാത്ത അമലിയാത്തല്ലേ? അമലിയാത്ത് ഫുറൂഇയാത്തല്ലേ? ശാഖാപരമല്ലേ? ഇനി വേറൊന്നു പറയാം. യത്തീമിനെ സംരക്ഷിക്കുക. യത്തീമിനെ സംരക്ഷിക്കാൻ ദീനിയാത്ത അമലിയാത്ത്. യത്തീമിനെ സംരക്ഷിക്കാൻ ദീനിയാത്ത അമലിയാത്ത് ഫുറൂഇയാത്തല്ലേ? നീ പറഞ്ഞു പറയടാ. നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ പറഞ്ഞാൽ കൊടുക്കാന്നല്ലാതെ ഒരു ദീനിയാത്ത് പറയാൻ കഴിയില്ല. എടാ, ഇന്റെ പേര് റഹ്മത്തുള്ളാഹ്. ശരിക്കുണ്ട് ഇങ്ങനെയാണ് റഹ്മത്തുള്ളാഹ്. അള്ളാഹ് പടച്ച നീ പറഞ്ഞു നോക്കി ഇന്നത്തെ ശരിക്കൊന്നും നോക്കണം. ഞാനാണ് റഹ്മത്തുള്ളാഹ്. ഞാൻ തന്നെയാണ് റഹ്മത്തുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് നിറച്ചു തന്ന മനുഷ്യനെ കാണുക കണ്ടോ? ഞാനാണ്. എനിക്ക് നിന്റെ റബ്ബ് അറിയിച്ചെന്നതാ. ഇത്തിബാഅ് വിട്ടിത്തരാണ്, തെറ്റല്ല, എന്നാൽ റസൂലല്ല. ഇത്തിബാഅ് മുഴുവനും അമലിയാത്താണ്. ഒരു ദീനിയാത്തായ ഇത്തിബാഅ് പറയാം. താടിയൊക്കെ റൂഹ്മലോ താടിമലോ പറയാച്ചറിയാം. താടി വെച്ചിട്ടില്ലെങ്കിൽ എന്ത്? താടി ഉണ്ടാവില്ല. എല്ലാ ദിവസവും അരബ്ലേഡ് പോകും. അല്ലാതെ താടി വക്കൽ ദീനിയാത്ത അമലിയാത്ത? ഞങ്ങന്മാരെ താടി വക്കൽ ദീനിയാത്ത അമലിയാത്തല്ലേ? അമലിയാത്ത് ഫുറൂഇയാത്തല്ലേ? അതാ ശാഖപരമല്ലേ? വേറൊന്നു പറയാം. എല്ലാം പറയടാ. ആണുങ്ങളാണെങ്കിൽ പറയടാ. ഞങ്ങൾക്ക് 100 കോടി റുപ്യ ഇവിടുന്ന് ഈ കാലളക്കാൻ നമ്മൾ തരാം. മുണ്ടല്ലടാ. നീയത്തെങ്ങനെടാ? നീയത്തെങ്ങനെ ഇത്തിബാഅ് ആവുക? ഇത്തിബാഅ് ദുനിയാവിലെ ഒരു സാധനം ഇത്തിബാഅ് നിങ്ങൾക്ക് അസ്ലിനെ കൊണ്ടുവരാൻ കഴിയില്ല. ഇത്തിബാഅ് മൊത്തം ഫുറൂഇയാത്താണ്. ചെയ്യും ചെയ്യാതിരിക്കും ചെയ്യാം. അങ്ങനെയാണോ ദീനിയാത്ത്? വിശ്വസിക്കുകയും ചെയ്യാം, കാഫറുണ്ടാവും. എല്ലാ ഇത്തിബാഉം ഫുറൂഇയാത്താണ്. താടി വെച്ചില്ല, എന്താ താടി പോയി? മനസ്സിലായില്ല? കഫറോ? എന്തെങ്കിലും പേര് നിങ്ങൾ ബേജാറായിരിക്കണ? താടി വടിക്കാനല്ല ചങ്ങാതിയെ പറയുന്നത്. താടി വടിക്കാനല്ല പറയുന്നത്. ഞാൻ അതിനൊക്കെ എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല് ഒരു പീടിയാണ്. ആ പീടിയിൽ പല സാധനങ്ങളും വിൽക്കും. ഒന്ന് പകുതി ലാഭമുള്ള സാധനം വിൽക്കും. 90 വാങ്ങിയിട്ട് 100 വിൽക്കണ ലാഭം സാധനം വിൽക്കും. 50 വാങ്ങിയിട്ട് 100 വിൽക്കുന്നതും വിൽക്കും. 98 വാങ്ങിയിട്ട് 100 വിൽക്കുന്നതും വിൽക്കും. 99 വാങ്ങിയിട്ട് 100 വിൽക്കുന്നതും വിൽക്കും. 99.5 വാങ്ങിയിട്ട് 100 വിൽക്കുന്നതും വിൽക്കും. 50 പൈസക്ക് വേണ്ടി പീടിക തുറക്കണോ? പറ്റൂല. പിന്നെ അതിൽ എന്തേ ഉള്ളൂ എന്നറിയോ? എന്തേ ഉള്ളൂ? ഇതൊക്കെ ഉണ്ടായാലേ ഈ കച്ചവടം നടക്കുള്ളൂ. തിരിഞ്ഞില്ല. 100 100 എന്ത് അങ്ങനെയുണ്ട്? 100 വാങ്ങി 100 എന്റെ കച്ചവടം നടക്കുള്ളൂ. മുഹമ്മദ് നബിയിലേക്കുള്ള മാർഗം ഇത്തിബാഅ് എന്ന് പറഞ്ഞവൻ വിട്ടിയാണ്. അത് മനസ്സിലാക്കാൻ സുന്നികൾക്ക് കഴിഞ്ഞില്ല. സുന്നികൾ വെറുതെ ചണ്ടികളായി നടന്നല്ല. അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി ആലോചിച്ചില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖൽബിൽ എങ്ങനെ സ്വീകരിക്കണമെന്ന് ചിന്തിക്കാൻ സുന്നികൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ചില വഹാബികൾ തല കൊടുത്ത് ചിന്തിക്കും. ഇഷ്കം എന്തിനും ഇഷ്ടം. ദുനിയാവിന് പായ എന്താണ്? ദുനിയാവിന് പായുന്നു. എന്തുകൊണ്ട്? ഇഷ്കല്ലാതെ കർമ്മം ഉണ്ടാവില്ല. ഞങ്ങളുടെ നാട്ടിൽ കുഞ്ഞാലങ്കാക്ക, കമ്മുക്കാക്ക, അങ്ങനെ രണ്ടാളുണ്ട്. കമ്മാക്ക കൂപ്പെടുക്കും. കൂപ്പ് പറഞ്ഞ മനസ്സിലായത്?
ഞങ്ങളുടെ നാട്ടിൽ കൂപ്പ്, മരക്കൂപ്പ് ചങ്ങായിമാരെ പഠിച്ചോനെ, മരം കൂപ്പിൽ മരക്കൂപ്പ് എടുക്കുക ഒന്നിച്ച് വലിയ കൂപ്പെടുക്കണ മുതലാളിയാണ് കമ്മുകാക്ക. കമ്മുകാക്കാന്റെ കീഴിൽ വെട്ടാൻ നിൽക്കുന്ന പണിക്കാരനാണ് കുഞ്ഞാലൻകുട്ടി. കുഞ്ഞാലൻ പെണ്ണിട്ടി. ഇത് കുഞ്ഞാലാക്ക എന്നോട് പലവട്ടം പറഞ്ഞതാ. ഇത് എനിക്ക് ഭയങ്കര ചിന്തിച്ച സംഭവമാണ്. കുഞ്ഞാലാക്ക നല്ലോണം ചിന്തിക്കണം. കമ്മുകാക്ക കൂപ്പെടുക്കും, പണിക്കും അരി കുഞ്ഞാലാക്കുണ്ട്, ആലിക്കാക്കുണ്ട്, അങ്ങനെ കുറെ ആളുണ്ട്. ഇവരൊക്കെ കാരണവരായ കമ്മുകാക്കാനെ പണിക്കാരാണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് പിന്നെ കൂപ്പിലേക്കാണ് അരിയമുരിയത്ത് അവിടെ എവിടെയൊക്കെ മാഞ്ചം പുറത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ലോറി വന്ന് പോകുമ്പോ ലോറി കൂട്ടത്ത് പോരാ ചെയ്യാം. അല്ല എന്നും പോരാൻ കഴിയൂല. കുഞ്ഞാലൻകുട്ടി അങ്ങോട്ട് പെണ്ണ് കിട്ടിയ സമയമാണ്. മനസ്സിലായില്ല. ഈ ആനക്കാട്ടിൽ കൊതുകിന്റെ കടിയും കൊണ്ട് ഇങ്ങനെ കിടക്കുക, ഇവിടെ മുറ്റടുത്ത് പെണ്ണുങ്ങളും കിടക്കുക. ഇത് കമ്മാക്കാക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. കാരണം കമ്മാക്ക പെണ്ണിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലാക്കാകട്ടെ ഈ കഴിഞ്ഞ ആഴ്ച പെണ്ണ് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യാ? എന്നോട് കുഞ്ഞാലാക്ക പറഞ്ഞ് എനിക്ക് എന്റെ ഉസ്താദെ പെണ്ണുങ്ങളെടുത്ത് പോകാതിരിക്കാൻ കഴിയൂല, ഉറക്കട് വരൂല. പിന്നെ എന്താ ഞാൻ ചെയ്യാന്ന് ചോദിച്ചാല് ഞങ്ങള് പിന്നെ കൂപ്പില് പിന്നെ ഈശ നിസ്കരിച്ചു കഴിഞ്ഞാൽ വേഗം ചോറ് വെച്ചിട്ട്, കാരണം ഒന്നുമില്ലല്ലോ, പിന്നെ വേഗം എന്ത് ചെയ്യും? കിടക്കും. പിന്നെ മരത്തിന്റെ മേലൊക്കെ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ മുളന്റെ കൊണ്ടൊക്കെ കെട്ടിയിട്ടാണ് കിടക്കാനുള്ളത് ഉണ്ടാക്കുക. അങ്ങനെ ഞാനും പുതച്ചിട്ട് എന്താ അതിന്റെ പുറത്ത് ഇങ്ങനെ കിടക്കും. ഞാനും കിടക്കും, എല്ലാവരും കിടക്കും. കിടന്ന് കഴിഞ്ഞ് കമ്മാക്കി മറ്റോലൊക്കെ ഉറങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ എണീക്കും, മണ്ടും. അവിടുന്ന് കരുളായി 8-10 കിലോമീറ്റർ പായണം. കരുളായി നമ്മൂത്തേടത്തേക്ക് 6 കിലോമീറ്റർ പായണം. ചുരുക്കത്തിൽ 10-17 കിലോമീറ്റർ നട്ടപ്പാതിരക്ക് ആനക്കാട്ടുകൂടെ കുഞ്ഞാലൻ പായും. എന്നിട്ട് എന്ത് ചെയ്യും? ഭാര്യന്റെ അടുത്ത് വരും. 2-3 മണിക്കൂർ ഭാര്യന്റെ അടുത്ത് ചെലവഴിച്ചിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് പായും. കമ്മാക്കണീക്കുമ്പോ തിരിഞ്ഞില്ല. ഇന്ന് ആ പാച്ചില് കുഞ്ഞാലൻകുട്ടിക്ക് കഴിയൂല. കാരണം മനസ്സിലായില്ല. ആന്റി സാന്റോസിന്റെ വാച്ചിന്റെ ഉപകാരം പോലും കുഞ്ഞാലിന്റെ പെണ്ണിനെ കൊണ്ട് ഇപ്പല്ല. മനസ്സിലായില്ല. അതത്ര പഴയതായി. എന്തിവിടെ കുഞ്ഞാലാക്ക പാഞ്ഞ്? എന്താ കാരണം? ഇഷ്കാണ്. കുഞ്ഞാലൻ ആഷിഖാണ്, കാമുകനെ ഭയം വേണം. കാമുകൻ ഉറക്കം വരില്ല, കാമുകൻ ഭയം. 2 കൂട്ട് കാമുകൻ വേണം. ഒന്നിരിക്കൽ ദുനിയാവും, അവൻ ടാറ്റയാവും. ചിലപ്പോ ആകും, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ടാറ്റയാവും. നമ്മളൊക്കെ മനസ്സിലെ ടാറ്റാരാണല്ലോ അല്ലേ? മനസ്സിലെ ടാറ്റമില്ല എന്ന് പറയാം. ഈ കൂട്ടത്തിൽ എല്ലാവരും ഏകദേശം മനസ്സിലെ ടാറ്റകളല്ലേ എല്ലാവരും? പറയടാ സിദ്ദീഖേ, പൈസ കിട്ടാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? പൈസ കിട്ടാൻ പൂതിയുണ്ടോ? പൈസ കിട്ടാൻ എനിക്ക് പൂതിയുണ്ടോ? ഇല്ലേ? പൈസ കിട്ടാൻ എനിക്ക് പൂതിയില്ല എന്നാണോ? എന്നാ ജീവിക്കുന്നതാണ്. എനിക്ക് പോലുണ്ട്. ഇഷ്കില്ലാതെ പഠിക്കൽ പോലെ നമ്മൾ പഠിച്ചിട്ടില്ല. والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى إن سعيكم لشتى. നിങ്ങളുടെ അധ്വാനം വിഭിന്നമാണ്. ചിലർ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കും, അവിടെ ദുനിയാവ് മൽഹറയിലും. ചിലർ പെണ്ണിന് വേണ്ടി അധ്വാനിക്കും, പെണ്ണ് മൽഹറയിലും. ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോഴോ ആഖിറം മൽഹറിൽ വേണം. ഇനി ആഖിറം മൽഹറിലില്ല. ആഖിറത്തെ ആരും കണ്ടിട്ടില്ല. ആഖിറത്തെ പറഞ്ഞ അള്ളാഹും കണ്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു മൽഹറല്ല. പറ ആഖിറം മൽഹറല്ല. അപ്പോൾ പിന്നെ മൽഹർ എന്താ? ഒരാള് മൽഹറ. ഈ ആളെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. കാറൽ മാക്സും അംഗീകരിച്ചു. ആരും അംഗീകരിച്ചു. ജേക്കബ് ന്യൂസ് എന്നാണ് കണ്ടല്ലോ ഇപ്പൊ ഒരു നെറ്റിൽ പ്രസംഗിച്ചവർക്ക്. അങ്ങനെയല്ലേടാ അയാളെ പറയാ? ജയിൽ എന്താണ് പേര്? അലക്സാണ്ടർ ജേക്കബ് അല്ലേ? അലക്സാണ്ടർ ജേക്കബ് അയാളും പറഞ്ഞു മുത്ത് മുഹമ്മദിനെ പോലെ ഒരാളില്ല, പുണ്യ മുഹമ്മദിനെ പോലെ ഒരാളില്ല. ഓഹോ. അപ്പൊ എല്ലാവരും അംഗീകരിച്ചു. മൽഹറിലാണ് ആര് നിൽക്കുന്നത്? മുഹമ്മദ്. അത് അംഗീകരിക്കും. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യത്തിൽ മനുഷ്യന് ഉപ്പുണ്ടാവും. ദുനിയാവ് വേണ്ടവനും വേണ്ടാത്തവനും ദുനിയാവ് വലിയ സംഗതി എന്നറിയും. പെണ്ണ് വേണ്ടവനും വേണ്ടാത്തവനും പെണ്ണ് വലിയ സംഗതി എന്നറിയും.
മുഹമ്മദോ മുഹമ്മദ്, മുഹമ്മദ് മൽഹറാണ്, അല്ലാഹ് വൈബാണ്, ആഖിറവും വൈബാണ്, സ്വർഗവും വൈബാണ്, നരകവും വൈബാണ്. വൈബിൽ വിശ്വസിക്കുന്നവർക്ക് മൽഹർ വേണം. മൽഹറില്ലാതെ അവർക്ക് അധ്വാനിക്കാൻ കഴിയുകയില്ല. അപ്പോൾ വൈബിന്റെയും ഹുദൂറിന്റെയും ഇടയിലുള്ള മൽഹറിലാണ് മുഹമ്മദ്. അതിനാണ് അമ്പിയാക്കൾ ഇറക്കിയത്. ആ അമ്പിയാക്കൾ ഉള്ളത് കൊണ്ടാണ് മനുഷ്യർ അധ്വാനിച്ചത്. എന്തൊക്കെ ശരിയാണ്, എന്തൊക്കെ തെറ്റാണ് എന്ന് അല്ലാഹു നമുക്ക് ഇറക്കി തന്നു. എന്നാൽ നമ്മൾ അതിന്റെ പിന്നിൽ അധ്വാനിക്കൂല. കാരണം ഇതുമ്മൽ കിട്ടുന്ന ഈ സ്വർഗം കണ്ട ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. മുഹമ്മദ് സ്വർഗം കണ്ടിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. നരകം കണ്ടിട്ടുണ്ട്, മുഹമ്മദ് മുസ്തഫ. അള്ളാഹനെ കണ്ടിട്ടുണ്ട്, അള്ളാഹനെ കണ്ടിട്ടുണ്ട്, ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു ബിൽഉഫുഖിൽ മുബീൻ. ഈ മുഹമ്മദ് സത്യസന്ധനാണ് ലോകം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ? നമ്മൾക്ക് സ്വയം ഈ കുപ്പായം ഇത് കൊളുത്താൻ പറ്റൂലെങ്കിലും ഇവിടെ കൊളുത്താൻ ഈ കുപ്പായം ഇവിടെ കൊളുത്താൻ പറ്റില്ല. കാരണം ഇവിടെ പിടിപ്പിക്കാവുന്ന ഒരു സാധനം ഇതിന്മേൽ ഇല്ല. നേരെ മറിച്ച് ഇതിന്മേൽ ഒട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് കൊളുത്താം. ഇത് ചുമരിൽ തൂങ്ങുന്നത് പോലെ ഇതും ചുമരിൽ തൂങ്ങും. ബിനഫ്സിഹി അല്ല, ബിവാസത്തിഹിയാണ്. ഇത് മനസ്സിലായില്ലേ? നേരിട്ട് ഇതിനോടാ ബന്ധം, ഇത് ഇതിനോട്. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പ്രത്യക്ഷമായ ലാഭം കാണാതെ മനുഷ്യന്മാർക്ക് അധ്വാനിക്കാൻ കഴിയില്ല ഒരിക്കലും. അതാണ് വൈബിന്റെയും ഹുദൂറിന്റെയും ഇടയിലുള്ള മുഹമ്മദ്. അതല്ലേ ഈമാൻ, അതന്നെ മുഹമ്മദാണ് ഈമാൻ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഹുബ്ബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ فقد نبينا في خلق وفي خلق ولم يدانه في علم ولا كرم يصلي وسلم دائما ابدا حبيبك خير الخلق كلهم. ഞാൻ കുഞ്ഞാലാക്കാന്റെ സ്ഥാനത്ത് വേറെ ആളെ കാണിച്ചു തരാം. കുഞ്ഞാലാക്കാന്റെ പെണ്ണുങ്ങളെക്കാൾ ചൊറുക്കുള്ള പെണ്ണിനെ വേറെ ആൾ കിട്ടിയെന്ന് സങ്കല്പിക്കാം. പക്ഷേ കുഞ്ഞാലാക്ക വളർത്തിച്ചില്ല. എങ്കിൽ പേരിലുണ്ടെങ്കിലും റൂമ് കയറി നോക്കില്ല, തിരിഞ്ഞതില്ല. നിങ്ങൾ ഇവിടെ സ്ഥലത്തുമില്ല. അപ്പം മുഹമ്മദിന്റെ കുഴപ്പമില്ല, എന്റെ മൂക്കിന്റെ കുഴപ്പം, കണ്ണിന്റെ കുഴപ്പം. മനസ്സിലായിട്ടില്ല? അങ്ങനെ കുഞ്ഞാലാക്കാന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടി കരിയമുരം ഫോറസ്റ്റ് നിന്ന് 16 കിലോമീറ്റർ പാഞ്ഞതിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ചരിത്രം ആരംഭിക്കുന്നത്. അല്ലേ? പറയടാ അല്ലേ? എന്നാൽ കുഞ്ഞാലാക്കാന്റെ ഭാര്യയേക്കാൾ ചൊറുക്കുള്ള ഒരാളെ ഒരു മൂത്തോട് തരാൻ കെട്ടിന്ന് സങ്കല്പിക്കും. പക്ഷേ ഓളം കുഞ്ഞാലാക്കാന്റെ കണ്ണിന് പിടിച്ചില്ല. കണ്ണിനൊരു സംഗതിയുണ്ട്. ഓക്ക് ചൊറുക്കില്ലായിട്ടല്ല, കുഞ്ഞാലന്റെ ഭാര്യയേക്കാൾ വല്ല ചൊറുക്കില്ലാത്തോണ്ടല്ല, പക്ഷെ കണ്ണിന് പിടിച്ചില്ല. എങ്കിൽ ഈ ചങ്ങാതി അപ്പുറത്തെ റൂമിൽ ഓളുണ്ടെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള കാല് ഓക്കാണ്ട് പൊന്തിട്ട് കിട്ടൂല, നടക്കാനുള്ള കഴിയൂല. മനസ്സിലായില്ല? ഇവിടുന്ന് ആ റൂമൊക്കെയുള്ള ദൂരം ഹദർമൗത്തുള്ള ദൂരത്തെക്കാൾ വലിയതായി തോന്നും. നേരെ മറിച്ച് കരിയമുരം ഫോറസ്റ്റിൽ നിന്ന് മൂത്തേരത്തേക്കുള്ള ദൂരം അടുത്ത റൂമിലേക്കാൾ അടുത്തായി തോന്നി കുഞ്ഞാലിന്. കാരണം ഇഷ്കാണ്. മനസ്സിലായോ? പെണ്ണുണ്ടായിട്ട് കാര്യമല്ല. നിന്റെ അടുത്ത് പെണ്ണുങ്ങളടുത്ത് പോകേണ്ട മുതലുണ്ടായിട്ടും കാര്യമല്ല. ഇത് രണ്ടിന്റെ ഇടയിൽ ഒരാള് വേണം. ഇഷ്ക്. മുഹമ്മദ് എന്ന മനുഷ്യണ്ടായിട്ടും കാര്യമല്ല, കുന്തായിട്ട് ഇഷു ഞാനുണ്ടായിട്ടും കാര്യമല്ല. ഈ കാര്യം നടക്കണമെങ്കിൽ ഇടയിൽ ഇഷ്ക് വേണം. ഇഷ്ക് ദീനിയാത്തുണ്ടെങ്കിൽ അമലിയാത്തുണ്ടാവും, അമലിയാത്തുണ്ടെങ്കിൽ ദീനിയാത്തുണ്ടാവില്ല. തിരിഞ്ഞില്ല? ഇഷ്ക് പറയടാ. ഇന്റെ പേരാണ് റഹ്മത്തുള്ള. നിങ്ങൾ ഞാൻ കണ്ടില്ലേ? ഞാൻ റഹ്മത്തുള്ള. നിങ്ങൾ അറിയില്ല? ഞാനാണ് റഹ്മത്തുള്ള. നിങ്ങൾക്ക് മനസ്സിലായില്ലേ?
ഞാൻ എന്താ റഹ്മത്തുള്ള ഞാൻ നോക്കും. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇഷ്ക് അമലിയാത്തല്ല, ഇഷ്കല്ലാത്ത ഏതെങ്കിലും ഒരു സാധനം പറയാം. ദീനിയത്ത് ഓക്കെ ഇഷ്ക മനസ്സിലായില്ല. ഇഷ്ക് ദീനിയാത്ത, നിസ്കാരം അമലിയാത്ത, നോമ്പ് അമലിയാത്ത, ഹജ്ജ് അമലിയാത്ത, ഇഷ്ക് ദീനിയാത്ത. ദീനിയാത്തുണ്ടെങ്കിൽ ദീനിയാത്തുണ്ടെങ്കിൽ അമലിയാത്തുണ്ടാവും, അമലിയാത്തുണ്ടെങ്കിൽ ദീനിയാത്തുണ്ടാവും. മുനാഫിഖിന് അമലിയാത്തിന് എന്തില്ല? ദീനിയാത്തില്ല. സിദ്ദീഖിന് ദീനിയാത്തുണ്ട്, അമലിയാത്തുണ്ട്. സിദ്ദീഖിനേക്കാൾ അമലിയാത്തുള്ളവരുണ്ട്, പക്ഷെ സിദ്ദീഖിനേക്കാൾ ദീനിയാത്തുള്ളവരില്ല. നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ? സിദ്ദീഖിനേക്കാൾ നിസ്കരിച്ചവരുണ്ട്, സിദ്ദീഖിനേക്കാൾ നോമ്പ് നോറ്റവരുമുണ്ട്, സിദ്ദീഖിനേക്കാൾ നിസ്കരിച്ചവരുണ്ട്, സിദ്ദീഖിനേക്കാൾ സ്വതക്ക കൊടുത്തവരുണ്ട്. എന്നാൽ സിദ്ദീഖിനേക്കാൾ ഈമാനുള്ളവർ ഇല്ല. എന്തേ? സിദ്ദീഖ് അഹബ്ബുന്നാസ് ഇലാ റസൂലില്ലാഹ്, ആശിഖ സിദ്ദീഖ്, ഇഷ്കാണ് ഈമാൻ. സിദ്ദീഖിനേക്കാൾ നിസ്കരിച്ചവരുണ്ട്, സിദ്ദീഖിനേക്കാൾ ഈമാനുള്ളവരില്ല. എന്തുകൊണ്ട്? സിദ്ദീഖ് അഹബ്ബാൻ, ഏറ്റവും സ്നേഹമുള്ളവരാ. ആരോട്? അത് അപ്പോൾ ദീനിയാത്തെന്നാൽ ഹബ്ബാൻ, ഇഷ്കാൻ. ദീനിയാത്തുണ്ടെങ്കിൽ അമലിയാത്തുണ്ടാവും. മനസ്സിലായോ പറഞ്ഞത്? ചില ആളുകൾക്ക് ഖുർആനും മനസ്സിലായില്ല, നമുക്ക് മനസ്സിലായില്ല. കുൽ ഇൻ കുൻതും, എങ്ങനെയായിട്ട് കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ആദ്യം നിങ്ങൾക്ക് ഹബ്ബ്, പിന്നെ നിങ്ങൾക്ക് ഇത്തിബാ. മനസ്സിലായില്ല? ഹബ്ബുള്ളവർക്ക് ഇത്തിബാ ഉപകരിക്കും, ഹബ്ബില്ലെങ്കിലോ എന്ത് ഇത്തിബാ? ഇത്തിബാ എന്നാൽ നബി ചെയ്തത് ചെയ്യുക, ഹബ്ബ് എന്നാൽ നബിയെ സ്നേഹിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വളരെ ചിന്തിക്കണം. ചിന്തിക്ക്. ഹബ്ബില്ലാതെ ഹബ്ബുണ്ടെങ്കിൽ അമലിയത്തിന്റെ ആവശ്യമില്ല. ദീനിയാത്ത് നിറയും. ദീനിയാത്ത് നിറഞ്ഞ മനുഷ്യൻ ചിലപ്പോ എന്ത് വേണ്ടി വരില്ല, അമലിയത്ത് വേണ്ടി വരില്ല. അങ്ങനെയല്ലേ? ഓണം നീളും, അങ്ങനെയല്ലേ? ഇവിടെ കിടക്കുന്ന ഒരു സാധനത്തിന് ഈ സാധനവും ഈ ചുമരും ഈ സഖഫും തമ്മിൽ അകലുണ്ടാവും. പൊന്തി സഖഫിൽ മുട്ടിയാലോ പിന്നെ ഇതിനാകലും, പിന്നെ ഒരു അകലല്ലോ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇവിടെ കിടക്കുന്ന സാധനത്തിന് ചുമരിനെ ഉമ്മ വെക്കണമെങ്കിൽ ചാടണം. അവിടേക്ക് മുട്ടിയ ഒരു സാധനത്തിന് ഉമ്മ വെക്കണമെങ്കിൽ എന്തിനാ ചാടുന്നത്? അതെപ്പോഴും മുമ്പിൽ തന്നെയാണ്. മനസ്സിലായില്ല? അബ്ദ് ചെയ്യും, അബ്ദ് കൊണ്ട് മഅബൂദിലേക്ക് ചേരും. മുഹമ്മദ് ആശിഖ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ ആശിഖാണ് നമ്മൾ. മുഹമ്മദ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. അപ്പോൾ ഈമാനിന്റെ മഹറനാൽ മുഹമ്മദ് റസൂലുള്ളാഹി. അവർക്ക് അല്ലാഹുവിൽ ഹബ്ബ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഹബ്ബ് ഉണ്ടാവണം റസൂലുള്ളാഹി. അല്ല ഉണ്ടാവില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബ്ബുള്ള ജനത കുറച്ച് മതി, അവരെ കൊണ്ടെല്ലാം നടക്കും. 16 ലക്ഷം ആളുകളെ കൊണ്ടാണ് മൂസ കടന്നു വന്നത്. പക്ഷേ ഒരു നാട് പിടിച്ചടക്കാൻ മൂസക്ക് കഴിഞ്ഞില്ല. ഓഹോ, അങ്ങനെ ഉണ്ടായി. എന്താ പറഞ്ഞേ? ഞാന് എന്തോ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞത്? ചെങ്കടലിൽ കടന്ന് മൂസ വരുമ്പോൾ മൂസായുടെ പിന്നാലെ അലൈഹിസ്സലാം എത്രയാ? 16 ലാഖ്. എത്രയാ? 16 ലക്ഷം. ലോകത്തിൽ ചരിത്രം രചിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ആശയങ്ങൾ ഇല്ല? നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മുണ്ടാതെ പിന്നെ തുടങ്ങാം. നിങ്ങൾ നല്ല ഉഷാറിലിരിക്കണം. അപ്പൊ ഇത് കയറുള്ള കാര്യം. മുഹമ്മദ് നബിയോട് കൂടെ മരിക്കുന്ന സമയത്ത് 16 ലക്ഷം ഇല്ല. മൂസായുടെ കൂടെ 16 ലക്ഷം. മുഹമ്മദ് നബിയോട് കൂടെ 1.25 ലക്ഷം. 1.25 ലക്ഷം മുഅ്മിന. കാരണം 1.25 ലക്ഷം ആശിഖ് റസൂല. മൂസാടെ പിന്നിൽ 16 ലക്ഷം ഉണ്ട്. ഒന്നൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവരൊന്നും ആശിഖ് മൂസ അല്ല.
ജെറീക്ക പട്ടണം പിടിച്ചടക്കാൻ എന്റെ കൂടെ വരുമോ എന്ന് ഈ 16 ലക്ഷത്തോട് മൂസ ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂസ ഇത് വഖാത്തില, നീയും നിന്റെ പടച്ചോനുണ്ടല്ലോ, നീ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞത് എന്തിനും പറ്റിയൊരു പടച്ചോനാണെന്നല്ലേ, എന്നാ പിന്നെ ഞങ്ങളെ എന്തിനാ ഈ പടച്ചോൻ പോയി യുദ്ധത്തിന് പോയിക്കോ, ഇന്നാഹാവുനാക്കായത് ഈ പോയി വന്ന ഞങ്ങൾ വന്നു. മനസ്സിലായില്ല? 16 ലക്ഷത്തെയും ചെങ്കടൽ കടത്തി കൊണ്ടുവന്നു സയ്യിദുനാ മൂസ. ലോകത്തെ ഒരു ചരിത്രം രചിക്കാനും മൂസാക്ക് കഴിഞ്ഞില്ല. മൂസ ഒരു നാട് യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയിട്ടില്ല. ഖൗമുൻ ജബ്ബാരിയിലുള്ള നാടായിരുന്നു ജെറീക്ക പട്ടണം. ദി ഓൾഡസ്റ്റ് സിറ്റി ഓഫ് ദി വേൾഡ്, ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന പട്ടണമാണ് ഏത്? ജെറീക്ക. ജെറീക്കയിൽ കുറച്ച് തമ്മാടികൾ ഉണ്ടായിരുന്നു. അവരെ അമർച്ച ചെയ്യാൻ തന്റെ കൂടെയുള്ള 16 ലക്ഷത്തോട് ആര് പറഞ്ഞു? മൂസ പറഞ്ഞു. ഒരാൾ വന്നു. എന്താ അവർ പറഞ്ഞത്? മൂസ നീയും പോയിക്കോ, എന്തിനും പോകുന്ന പടച്ചോനിൽ പോയിക്കോട്ടെ, ഞങ്ങൾ ഇവിടെ ഇല്ല. എന്തുകൊണ്ട്? അവർ ജെറീക്ക പിടിച്ചടക്കിയില്ല. എന്തുകൊണ്ട്? അവരാരും ആരെ പ്രേമിച്ചില്ല? മൂസയെ പ്രേമിച്ചാലേ അള്ളാനെ പ്രേമിക്കാൻ കഴിയൂ. ഒരു മൂസയെ പ്രേമിച്ചില്ല. അതുകൊണ്ട് മൂസയുടെ ചരിത്രം അങ്ങനെ തീർന്നു. ഒന്നും ചെയ്യാതെ മൂസ മരിച്ചുപോയി അലൈഹിസ്സലാം. അവസാനം നാട് നന്നാക്കാൻ കഴിയാതെ മൂസ അസ്രായീൽ അഭയം പ്രാപിച്ചു. സയ്യിദുനാ മൂസ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞ് നന്ദി കെട്ടവരായി അപ്പോഴല്ലേ നന്ദി കെട്ട് പൂർത്തിയാവുള്ളൂ. ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പറയും നന്ദി കെട്ടവരാകണ്ടേ. പറയും മനുഷ്യന്മാരെ, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയും മനുഷ്യന്മാരെ. അങ്ങനെ തന്നെ പറയും മനുഷ്യന്മാരെ ഇല്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇവരെ നന്നാക്കാൻ കഴിയാതെ അവസാനം എന്ത് ചെയ്ത്? അസ്രായീലിന്റെ പേരിൽ അസ്രായീലിനെ കൊണ്ടുപോയി ഫലസ്തീനിൽ കൊണ്ടുപോയി ആരെ? മൂസനെ. ഇവരെ മൂസയുടെ ആശയങ്ങളല്ലാത്തതുകൊണ്ട് 60,000 ചതുരശ്ര കിലോമീറ്ററാണ് സിനായി മരുഭൂമി. യതീഹൂന, അതിൽ അങ്ങനെ അന്തം വിട്ട് നടന്നു ഈ 16 ലക്ഷം ജനം. ഒന്നും നന്നായില്ല. എന്തുകൊണ്ട്? മൂസായിൽ അഷ്കില്ല. മൂസായിൽ അഷ്കുള്ളവരെ അള്ളാഹനെ ആശിക്കാവുള്ളൂ. അള്ളാഹനെ അവരും കണ്ടിട്ടില്ല, നമ്മളും കണ്ടിട്ടില്ല. പക്ഷേ അവർ റസൂലിന്റെ ആശിക്കായില്ല. നമ്മൾ റസൂലിന്റെ ആശിക്കാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കി 313. അവർക്ക് ഒന്നും ഒരു ആയുധമല്ല, അവർ ലക്ഷങ്ങളുമില്ല, ആയിരങ്ങളുമില്ല. പക്ഷെ അവർ ആരാണ്? ആശിഖു റസൂൽ. മനസ്സിലായോ പറഞ്ഞത്? അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നുമില്ല, പക്ഷെ അവർക്ക് എന്തുണ്ട്? റസൂലില്ല, മഹബ്ബത്ത് റസൂലില്ല. പുണ്യ നബിയോട് അവർക്ക് ഇഷ്ടുണ്ടായിരുന്നു, ഹബീബിന്റെ ആശിഖായിരുന്നു. ഉറക്കെ പറമ്പത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു ടവല്, എന്റെ ടവൽ മറന്നു പോയി. ഏതെങ്കിലും ഒരാൾ ടവല് തരി പ്ലീസ്. ഒരു ടവൽ വളരെ കുറഞ്ഞാണ്. എത്ര? 300 അവരെന്താ പറഞ്ഞ നബിയെ? ബദർ യുദ്ധത്തിന്റെ തലേന്ന് ഇവർ നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങളെ ഒട്ടകം ബഹറിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഒട്ടകം ബഹറിൽ എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ ഒട്ടകം ബഹറിൽ ചാടും. അസ്ഹാബ് മുഹമ്മദ് പറഞ്ഞു, നിങ്ങളെ ഒട്ടകം ബർക്കുൽ ഖമാറിലേക്ക് തിരിഞ്ഞാൽ നിങ്ങളെ ഒട്ടകം മദീന കിടക്കുമ്പോഴത്തിന് ഞങ്ങളെ ഒട്ടകം ബർക്കുൽ ഖമാറിന്റെ ഹദ്ദിലെത്തി പോവും. അസ്ഹാബ് റസൂലുള്ളാഹി. അക്കാലത്തെ മനുഷ്യർ ഇരുളടഞ്ഞ ഭൂമിയായി പറയുന്ന നാടാണ് ബർക്കുൽ ഖമാർ. 2 വാക്ക് പറഞ്ഞു. നിങ്ങളെ ഒട്ടകം കടലിലേക്ക് തിരിച്ചാൽ നിങ്ങളെ ഒട്ടകം കടലിലെത്തുന്നതിന് മുമ്പ് ഞങ്ങളെ ഒട്ടകം കടലിൽ ചാടും. ഇഷ്കു റസൂലില്ലാഹ്. നിങ്ങളുടെ ഒട്ടകം ബർക്കുൽ ഖമാറിലേക്ക് തിരിഞ്ഞാല് നിങ്ങളുടെ ഒട്ടകം മദീനയുടെ അതിർത്തി കിടക്കുമ്പോഴത്തിന് ഞങ്ങളുടെ ഒട്ടകം ബർക്കുൽ ഖമാറിന്റെ അതിർത്തിയിൽ കയറും. ആര് പറഞ്ഞു? അസ്ഹാബ് റസൂലില്ലാഹ്. അവരാരാ? അവർ കൻസും നക്ഷത്രങ്ങളെ പോലെയായി. എന്തുകൊണ്ട്? അവരെക്കാൾ സംസ്കരിച്ചവരുണ്ടാകും, പക്ഷേ നക്ഷത്രങ്ങളെ പോലെ ഒരാളുമില്ല. എന്തുകൊണ്ട്? ബിമഹബ്ബത്ത് റസൂലില്ലാഹ്. പഠിച്ചാൽ അതന്നെ. എന്തുകൊണ്ടാണ് അവർ വിജയിച്ചത്? ബിമഹബ്ബത്ത് റസൂലില്ലാഹ്. ബിമഹബ്ബത്ത് റസൂലില്ലാഹ്. വർക്കപ്പറ ബിമഹബ്ബത്ത് റസൂലില്ലാഹ്. ബിമഹബ്ബത്ത് റസൂലില്ലാഹ്. ബിമഹബ്ബത്ത് റസൂലില്ലാഹ്.